പുതിയൊരു റെസിൻ ആർട്ട് ചെയ്താലോ? അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളാണ് എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത്. ഒന്നാമത്തെ കാര്യം ഈ മോൾഡ് വേണം. പിന്നെ നമുക്ക് ആവശ്യമുള്ള റെസിനും ഹാർഡ്നറും വേണം. മൂന്നാമതായിട്ട് റെസിൻ മിക്സ് ചെയ്യാനുള്ള കപ്പാണ് കേട്ടോ വേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് റെസിൻ മിക്സ് ചെയ്യാനുള്ള സ്റ്റിക്കാണ്. പിന്നെ മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണും. മാത്രമല്ല അഡീഷണൽ ആയിട്ട് കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളും കൂടെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള മാസ്ക് ആണ്. പിന്നെ കയ്യിലിടാനുള്ള ഗ്ലൗവും. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങിയാലോ? അപ്പോൾ കമോൺ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇനി പതിവ് പോലെ 2:1 പ്രൊപ്പോർഷനിൽ നമുക്ക് റെസിനും ഹാർഡ്നറും മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന 2 സ്പൂൺ റെസിന് 1 സ്പൂൺ ഹാർഡ്നറാണ്. ഒരു ക്രീമി കളർ റെസിന് ഒരു ട്രാൻസ്പെറന്റ് കളർ ആവുന്നവരെ നമുക്ക് അങ്ങനെ പയ്യെ മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ. ഇനി ആദ്യം കാണിച്ച മൗൾഡ് അങ്ങോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കാം. അതിനകത്ത് എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് മൊത്തം ക്ലീൻ ആക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അതിനകത്ത് ബബിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ എന്റെ റെസിനാട്ടിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡും പിന്നെ സൈഡിൽ ഗോൾഡൻ ഗ്ലിറ്റേഴ്സും കൂടി ഇടാന്നാ വിചാരിച്ചേ. അപ്പൊ ഈ ബ്ലാക്ക് ഷെയ്ഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് പിഗ്മെന്റ് ഉണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്തേന്ന് വെച്ചാൽ ഈ 2 കപ്പിൽ 1 കപ്പിലേക്ക് കുറച്ച് റെസിൻ പകർന്നൊഴിച്ചിട്ട് അതിനകത്തേക്ക് ബ്ലാക്ക് പിഗ്മെന്റ് ഇട്ടിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ എടുത്തു വെച്ച മൗൾഡിലേക്ക് ഒരു സൈഡില് ബ്ലാക്ക് കളറ് റെസിൻ ഇങ്ങനെ മെല്ലെ ഒഴിച്ചു കൊടുക്കണം. ഇനി മറ്റേ കപ്പിലുള്ള റെസിനില്ലേ, അതിനകത്തേക്ക് ഈ ഒരു ഗോൾഡൻ കളർ ഫോയിൽ പേപ്പർ ഞാൻ കുറച്ച് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്ത എൻഡിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത കളർ എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ 2 എൻഡിലും റെസിൻ ഒഴിച്ചു. ഇനി സെന്റർ പോർഷൻ ഉണ്ട് കുറച്ച് റെസിൻ ഒഴിക്കാൻ. അപ്പൊ നമ്മളിവിടെ കളർ ഒന്നും ആഡ് ചെയ്യാത്ത വെറും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള റെസിനാണ് അവിടെ ഒഴിക്കാൻ പോണത്. അപ്പൊ ഈ മൗൾഡിലുള്ള റെസിൻ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി. പക്ഷെ ബാക്കി കുറച്ച് റെസിൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളത് കളയാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ വേറെ കുറച്ച് മൗൾഡിലേക്ക് ഒഴിക്കാന്ന് കരുതിയേ. അപ്പൊ അതിൽ കുറച്ച് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഡ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞു. പക്ഷെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പോ ഞാൻ ഏകദേശം ഒരു 4 ഹവർ ആ ഒഴിച്ച റെസിൻ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു കേട്ടോ. ശരിക്കും റെസിൻ സെറ്റ് ആവാൻ 24 ഹവർ എടുക്കണം. പക്ഷെ നമുക്ക് ഇനിയും അതിനകത്ത് എന്തെങ്കിലും ആർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഉറച്ചാൽ മതി. അപ്പൊ ഞാൻ ഉറച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് വീണ്ടും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള റെസിൻ ഒഴിച്ചു. എന്തിനാന്ന് വെച്ചാൽ ഒന്നും കൂടെ കാണുമ്പോൾ ഭംഗി തോന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത്. പിന്നെ നമ്മളൊരു എൽ ലെറ്റർ മാറ്റി വെച്ചായിരുന്നല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനകത്തേക്ക് സിൽവർ കളർ ഫോയിൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കറക്റ്റ് ഒരു ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളെ റെസിൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതൊന്ന് മൗൾഡിന്ന് മാറ്റിയെടുത്ത് നോക്കാം. ആ ഹോളിന്റെ താഴെ ഒരു ചെറിയ ഓട്ട കണ്ടോ? സത്യത്തില് കഴിഞ്ഞ ദിവസം അതിനകത്തൊരു കൊതുക് ചാടിയതാണ്. കൊതുകിന്റെ കാര്യം അപ്പോഴേ തീരുമാനമായി. പക്ഷെ നമ്മളെ റെസിൻ അങ്ങനെ ഒരു കൊളാക്കാൻ ഞാൻ സമ്മതിച്ചില്ല. അപ്പം തന്നെ അതിനെ മൊത്തം തൂത്തെടുത്ത്. എന്നാലും ചെറിയൊരു പാടുണ്ട്, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ബാക്കി കണ്ടോ, ഇന്നലെ ചെയ്ത ബാക്കിയുള്ള റെസിൻ വർക്കുകളാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ അടർത്തി മാറ്റി എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാൻ മറക്കരുതേ. തീർന്നില്ല പരിപാടി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ലെതർ ടെസൽസ് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ കീ ചെയിനൊന്നും ഞാൻ ഉദ്ദേശിക്കണില്ല, എന്നാലും നമുക്കൊരു കീ ചെയിൻ്റെ റിങ്ങൊക്കെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് മക്കളെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? മൗൾഡ് അടിപൊളിയായില്ലേ? ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതാ 2ാമത്തെ എല്ലാം ഞാൻ കീ ചെയിൻ റിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തോന്നി ആ നേരത്തെ ചെയ്ത് വെച്ചാൽ 3 കുഞ്ഞന്മാരില്ലേ, അവരെ ഈ ഒരു സിബില്ലേ, സിബിൻ്റെ ആ റിങ്ങിനകത്തേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം സിബ് വലിക്കുമ്പോൾ ഇതിനെ വലിച്ചാൽ മതിയല്ലോ, സിബ് വലിക്കണ്ടല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ കൊച്ചു റെസിനാർട്ട് വീഡിയോ? നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി തരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.